കോട്ടപ്പടി വടക്കുംഭാഗത്ത് കാട്ടാന വീണ കുടിവെള്ള കിണറിന്റെ ഉടമയ്ക്ക് വനം വകുപ്പ് 1 ലക്ഷം രൂപ കൈമാറി. പണം ഉടൻ നൽകാമെന്ന ഉറപ്പ് വിശ്വാസത്തിലെടുത്താണ് ആനയെ കരകയറ്റുന്നതിനായി കിണറിലേക്ക് വഴിവെട്ടാൻ വനം വകുപ്പിനെ അനുവദിച്ചത്. ഞായറാഴ്ചയാണ് കാട്ടുകൊമ്പൻ കിണറിൽ അകപ്പെട്ടത്. 12 മണിക്കൂറിന് ശേഷം രക്ഷപ്പെടുത്തുകയും ചെയ്തു. കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗത്ത് വിച്ചാടൻ വർഗീസിന്റെ പുരയിടത്തിലെ കിണറിലാണ് ഞായറാഴ്ച പുലർച്ചെ കാട്ടുകൊമ്പൻ വീണത്. ഈ ആനയെ രക്ഷപ്പെടുത്താൻ കിണർ തകർത്താണ് വഴിയുണ്ടാക്കിയത്. പുനർനിർമ്മിക്കുന്നതിന് 1 ലക്ഷം രൂപ നൽകാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയാണ് കിണർ ഇടിക്കാൻ വനംവകുപ്പ് വർഗീസിന്റെ അനുമതി വാങ്ങിയത്. കിണറും പരിസരവും പൂർണ്ണമായി തകർന്ന നിലയിലാണിപ്പോൾ. തിങ്കളാഴ്ച ആന്റണി ജോൺ MLA വീട്ടിലെത്തി 1 ലക്ഷം രൂപയുടെ ചെക്ക് വർഗീസിന് കൈമാറുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ R. അധീഷ്, K. ധിതീഷ്, അമൽ വിശ്വം, സണ്ണി വർഗീസ്, PM അഷറഫ്, അഖിൽ സുധാകരൻ, M. സുരാജ്, ബിനിൽ വാവേലി, ജുവൽ ജൂഡി തുടങ്ങിയവർ MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട വർഗീസേട്ടൻ്റെ കുടുംബത്തെ സഹായിക്കാൻ 1 ലക്ഷം രൂപ നൽകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് ഇന്ന് തന്നെ അതിൻ്റെ ചെക്ക് കൈമാറാനാണ് നമ്മൾ അവിടെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാവിലെ കൊടുക്കാമെന്നാണ് നേരത്തെ തീരുമാനിച്ചത്. രാവിലെ ഈ ഓണാഘോഷമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും തിരക്കിലായതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷമാക്കിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട വർഗീസേട്ടന് ഇന്നലെ ഉറപ്പ് നൽകിയതുപോലെ 1 ലക്ഷം രൂപയുടെ ചെക്ക് നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ അവസരത്തിൽ കൈമാറുകയാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് നാട്ടിലിറങ്ങിയ കാട്ടുകൊമ്പൻ വഴിതെറ്റി കിണറിൽ പതിച്ചത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൂടെ കൊമ്പനെ രക്ഷപ്പെടുത്തി. കോട്ടപ്പാറ പ്ലാന്റേഷനിൽ നിന്നുള്ള ആനകൾ പ്രദേശത്ത് നിരന്തരം നാശം വിതയ്ക്കുന്നുണ്ട്. രാത്രി മാത്രമല്ല, പകൽ സമയത്തും ആനകൾ നാട്ടിലെത്തുന്നുണ്ട്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ട് ജനങ്ങളുടെ പ്രതിഷേധവും ഉയർന്നിരുന്നു. GTV ന്യൂസ്, കോട്ടപ്പടി.